ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ വർക്ക് കഴിഞ്ഞ് നേരത്തെ എത്തിയതായിരുന്നു, വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കടവിലേക്ക് പുഴയിലേക്കൊന്ന് ഇറങ്ങാൻ കരുതി. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളെ പുഴയും പുഴക്കടവൊക്കെ ഒന്ന് ജസ്റ്റ് കരുത്തരാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയിൽ വെള്ളം കൂട്ടിയിട്ടുണ്ടോയെന്ന് അറിയേണ്ടി വന്നതായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുഴക്ക് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നു കേട്ടോ. വറ്റി വരണ്ട് അടിച്ച് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാറുണ്ട്, പക്ഷേ മുകൾ ഭാഗത്തേക്കൊക്കെ വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നൊരു മെസ്സേജ് വന്നിരുന്നു ഫോണിൽ, പിന്നെ മലമ്പുഴ ഡാം തുറന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്ന് നോക്കിയതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് ആ ഭാഗത്തേക്കൊന്ന് നടന്നു നോക്കി നോക്കാം. ഓക്കെ, മണിയേട്ടാ ആടുകളായിട്ട് ഇറങ്ങിയതാണ് അല്ലേ? ആടുകളൊക്കെ എണ്ണം കുറച്ചോ എന്തുണ്ടായി? ഇത്രയേ ഉള്ളൂ ഇപ്പോൾ? ആ, പുതിയ ആൾക്കാരാ? വിറ്റ വയ്ക്കാ. ഞാനേ പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വന്നതാ. ആ, മലമ്പുഴ ഡാം തുറന്നിട്ടുണ്ട്, പുഴക്കാർ ഇറങ്ങണ്ടെന്നൊക്കെ പണ്ട് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം ഒരുപാട് വരുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് മറ്റേ ജമീനപ്പിയാരിയ? എൻ്റെ ചെവി നീളമുണ്ടല്ലോ എൻ്റെ. ആ ആ, ഈമ്മക്ക് വേണോ ആ കുട്ടീനെ? പിടിച്ചോക്ക്, അതിനെടുത്തോക്ക്, ഒന്നും കാട്ടൂല. പാവണ്ണിയാണ് ഇതൊട്ടോക്ക. ഒരവടുത്ത അയ്യമ്മ ഒരവത്തോക്ക് കൊടുത്തോക്ക്. പേടിയാണേ. ഇത് ഇത്ര തന്നെ ഉള്ളൂ ആടുകൾ അല്ലേ? ഞങ്ങൾ ആദ്യത്തെ ആടുകളൊക്കെ വിറ്റ് ഒഴിവാക്കില്ലേ? രണ്ടാമത് ഞാനൊരു കുട്ടിയെ നാത്തൂന്റെ അടുത്ത് മേടിച്ചതാണ്. പിന്നെ ഈ രണ്ട് കൊച്ചന്മാരെ പ്രത്യേകിച്ചായി മേടിച്ചതാണ്. അതിന് കുത്ത് കിട്ടും ചിലപ്പോ. വേണ്ട, അവയിക്കോട്ടെ. ഇന്നലത്തെ മഴയിൽ വെള്ളമൊക്കെ കലങ്ങിക്കണുണ്ടോ? ഇത് നമ്മളെ പാടത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്ന ചാലാണ് കേട്ടോ. ഇതിലൊക്കെ ഈ രാത്രിയിൽ മീൻ പിടിക്കാൻ വരുന്ന സമയത്ത് ഇവിടേക്കൊക്കെ മീൻ കയറി കിടക്കാറുണ്ട്. നമ്മൾ മീൻ വെട്ടിപ്പിടിക്കാനൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങാറില്ല. ഇപ്പോൾ വെള്ളം കുറഞ്ഞ് കണ്ടപ്പോൾ പിന്നെ ഇറങ്ങി നോക്കിയതാണേ.
വെള്ളം വറ്റിയപ്പോഴേ പുഴയിലെ കക്കൊക്കെ മേലേക്ക് പൊങ്ങി വന്നിട്ട് ചൂട് കാരണം അതിനൊക്കെ തൊണ്ടടർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ കക്ക പറക്കി കൊണ്ടുവരുന്നതാണ് ആളുകൾ. ഒരു സാരിക മീനുകൾ ഇമ്മ വായോ വായോ വായോ. ഇറങ്ങാൻ ചെറിയൊരു പേടിയാണ്, കാരണം എന്നാൽ നല്ല മഴ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു സർക്കസിന്റെ ഒരാള് പറഞ്ഞതിനോട് സർക്കസാ ക്ലാസ് ഉണ്ട്. സർക്കസ് ക്ലാസ് അല്ല, കരാട്ട ക്ലാസ് അല്ലേ? ആരാ പറഞ്ഞ എന്നോട്? സലീംക്കേ? കാലത്ത് നിർണ്ണയം ഉണ്ടാവില്ല. ഇമ്മ വാ. മീൻ പിടിക്കണം എന്നൊരു പൂതിയുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ മീൻ പിടിക്കുന്നു എന്ന് കാണിച്ചു തരാം. ഇമ്മ എങ്ങട്ടാ വന്നത് ആണോ? ചൂണ്ടല വേണം. അതിന് ഇവിടുന്ന് ഒന്നും ചൂണ്ടല കിട്ടാനൊരു ഭാഗ്യമില്ല. അപ്പൊ ഇന്ന കിഴക്കേ സമാധാനത്തിന് നല്ല ഇടിയും മഴയും പൊട്ടിയെന്ന് അതുകൊണ്ടൊക്കെ ഒരു പേടി തീർന്നായി വരുമെന്ന്. ഞാൻ പിന്നെ പുഴയ്ക്ക് കാലിട്ടിട്ടില്ല. ഞങ്ങളെ ഈ വെള്ളം കൂടിയ സമയത്ത്, അതായത് വെള്ളം വരവിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. അതായത് നമുക്കൊരു നെഞ്ഞിനൊക്കെ ഒപ്പം വെള്ളം ഉണ്ടാവും. ആ വെള്ളം എന്നുള്ള സമയത്ത് പിന്നെ ഈ പൊന്തക്കകത്ത് മീനുകൾ കയറിക്കൂടും. വലിയ വലിയ കരിമീൻ, ചക്കപ്പൊണ്ണ, വാള പോലത്തെ വലിയ വലിയ മീനുകളൊക്കെ. അപ്പോൾ ഞാനൊരു കൂട്ടുകാരൻ കൂടിയിട്ട് എന്താക്കും, ഈ പൊന്തനെ വളഞ്ഞിട്ട് മീൻ പിടിക്കലുണ്ട് കേട്ടോ. നല്ല ഒഴുക്കുണ്ടാവാറുണ്ട് ഇവിടെ. അങ്ങനെ ഈ സൈഡും അതുപോലെ തന്നെ ഈ സൈഡും ഞങ്ങൾ എന്താക്കാറുണ്ട്, വല വെച്ചിട്ട് കവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ മീൻ കിട്ടിയാൽ നല്ലൊരു സമയത്ത്. ഇപ്പോൾ വെള്ളം പറ്റിപ്പോയി. ഇനി ഇൻഷാ അല്ലാഹ് വർഷക്കാലം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ പൊന്തകളും ആ പൊന്തകളൊക്കെ ഇതേപോലെ വല വെച്ച് വളയും. അങ്ങനെ ഇഷ്ടംപോലെ മീൻ കിട്ടാറുണ്ട് കേട്ടോ. പാച്ചോക്ക അവര് ആൾക്കാർ നമ്മളെ ബ്രാഹ്മണരുടെ അടുത്ത് കുളത്തൂരുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഈ കുളത്തൂർ ബ്രാഹ്മണത്തോടുള്ള ഭാഗത്തുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ട് കൂടുതൽ മീൻ പിടിക്കാറ്. ഞങ്ങളെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് പിടിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ കുറവാണ്. എന്തായാലും കൂടുതൽ ആളുകൾ ബ്രാഹ്മണത്തോട് ഭാഗത്തു നിന്ന് വന്നിട്ടാണ് ഈ ഭാഗങ്ങളിലെ മീനൊക്കെ പിടിച്ച് കൊണ്ടുപോകാറുള്ളത്. ഈ കാണുന്ന കുന്നിനപ്പുറത്തായിട്ട് ഞങ്ങൾ സ്ഥലം, ഞങ്ങൾ വീട്. അതായത് ഇത് മൂത്തുമാൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ. അതിൻ്റെ നേരെ മേൽഭാഗത്താണ് ഞങ്ങളുടെ വീട്. ഇവിടുന്ന് ആ കാണുന്നത് ഇവിടുത്തെ പമ്പ് ഹൗസാണ്. അതായത് ഇവിടുത്തെ ഞങ്ങൾ കണ്ണനൂർ പമ്പ് ഹൗസാണ് കേട്ടോ. ഇത് നേരെ അക്കരെ, അതായത് ആ അങ്ങോട്ടേക്ക് നേരെ
അങ്ങോട്ടേക്കുള്ളത് VK കടവ് എന്ന് പറയും. തൃത്താല എടപ്പാൾ റോഡിനുള്ളതാണ്. ഇത് അക്കര ഭാഗമാണ്. ഇത് പള്ളിപ്പുറം, പിന്നെ പെരുമിടിയൂർ ആ ഭാഗമാണ് കേട്ടോ. നേരെ ആ കാണുന്നതാണ് പട്ടാമ്പി. പട്ടാമ്പി സ്റ്റാൻഡിൻ്റെ ഭാഗമാണ് കാണുന്നത്. സ്റ്റാൻഡിൻ്റെ അവിടുത്തെ പള്ളിയും സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങൊക്കെയാണ് അവിടുന്ന് കാണുന്നത്. അപ്പൊ guys, ഞങ്ങൾ അക്കരെ കിടക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളെ പുഴയുടെ ഇപ്പുറം കടന്നിട്ടോ. ഇതാണ് ഞങ്ങളുടെ അക്കര ഭാഗം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അക്കരയാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇക്കരെ. അതാണ് ഞങ്ങളെ പമ്പ് ഹൗസ്. ആ കാണുന്ന ഭാഗത്താണ് ഞങ്ങളെ വീട്. പിന്നെ ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മീൻപിടുത്തക്കാർ പുഴയിൽ വൈശാലി വല ഇട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ്. ഓക്കെ, ഇത് പുഴയിലേക്ക് വരുമ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കാന്നുള്ള എല്ലാവർക്കും എടുത്താണ് കേട്ടോ. അതിലൊന്നുമില്ല കാര്യമായിട്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ വെച്ചിട്ട് എടുത്താണ് കേട്ടോ. ഇവിടൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ചൂടുകാലം വന്നപ്പോ ഒക്കെ വറ്റിക്കാണ്. ഞങ്ങളാണെങ്കിൽ എത്തുവരെ അത് വന്നിട്ടില്ല. ഇന്നലെ പോയിരുന്നപ്പോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം ഫോണിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതാ അവിടെ വല ഇട്ടിട്ടുണ്ട്. പുഴയിലിപ്പോ ഡാം തുറന്നിക്കുന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ തോന്നുന്നത്. വല ഉണ്ട്. ആ കാണുന്ന കേട്ടോ ഞങ്ങളെ ജേഷ്ഠൻ്റെ വീട്. ഓക്കെ, ആരോട് ഏമ്മ 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 വെള്ളത്തിക്കൊന്ന് ഇറങ്ങിക്ക. വെള്ളത്തിക്ക് ഇറങ്ങിക്ക അമ്മ. എമ്മക്ക് പേടിയാ. ഇറങ്ങണ്ട കേട്ടോ. നോക്കി നോക്ക്, പന്ത് നോക്കി നോക്കി അയ്യമ്മ. നോക്ക് പന്ത്, പന്ത് ഇവിടെ ഇങ്ങോട്ട് നോക്ക്. ഇതിരി പന്ത് തരി അയ്യമ്മ. എവിടെ ഈ എടുക്കണേ? അയ്യവാ, അതൊന്നും ഉണ്ടാവൂല.
പോവാം. എവിടെ? ഭഗവതിപ്പാറ. ഭഗവതിപ്പാറ തീ കൊളത്തിക്കാം. ഇപ്പം 100 രൂപയാണ് കൊളുത്തണത്. ആദ്യം മണിയനായർ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം അവരില്ലാത്ത കാരണം 100 രൂപയാണ് കൊളുത്തുന്നത് തോന്നുന്നുണ്ട്. അപ്പോഴേ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. മഴ പടിഞ്ഞാറ് ഭാഗത്തും കണ്ടോ കാറ്റ് വീശിയിട്ട് നല്ല മഴയായിട്ട് വരുന്നുണ്ട്. പോരെ അതുകൊണ്ടേ ഈ ഭാഗത്തേക്ക് മഴ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എത്തും. നല്ലൊരു മഴയാണ് വരുന്നത് കണ്ടാ. കണ്ടോ പണ്ട മഴ പെയ്തു തുടങ്ങി. വെള്ളത്തിൽ തുള്ളി വീണോണ്ടിരിക്കുക. ഇതാ വേഗം വിട്ടോ. ഇപ്പൊ നനയും. വലിയ മഴ തരണേ ബാക്കില്. വേണ്ട ഇവിടെ ഇങ്ങനെ ചാറിലെത്തി തുടങ്ങി. ഇവിടൊക്കെ വെള്ളത്തിലെ കണ്ട മഴ തുള്ളിയിട്ട് ചാറിൽ വീണ് തുടങ്ങി. പിന്നെ ബാക്ക് നല്ല മഴ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അത് അടുത്തെത്തുന്നതിന് മുന്നേ വേഗം കയറി രക്ഷപ്പെടണം. ഓക്കെ എന്ത് മഴ പോയിട്ടോ. മഴ പറഞ്ഞു. മഴ ശരിക്കുന്നുണ്ട്. ഇവിടെ കല്ലൊക്കെ കണ്ടിട്ടോ. കല്ലും കൂടെ തട്ടി വീഴാൻ കണ്ടു. അപ്പം അങ്ങനെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് പുഴന്ന് ചുറ്റി കണ്ട് ബാങ്ക് കൊടുത്ത് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ.